പകുതി വില തട്ടിപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിനെതിരെ കേസ് എടുത്തിരുന്നു. ഒരു മന്ത്രി തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അത് കൃത്യമാണോ എന്ന്, ആ പരിപാടി സത്യസന്ധമാണോ എന്നും അന്വേഷിക്കേണ്ടത് ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അതെല്ലാം അന്വേഷിച്ചതിന് ശേഷമായിരിക്കുമല്ലോ മന്ത്രി പങ്കെടുക്കുക എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. കോൺഫെഡറേഷൻ 2 പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതായത് കോൺഫെഡറേഷന്റെ 2 പരിപാടികളാണ് ശിവൻകുട്ടി പങ്കെടുത്തിട്ടുണ്ട് എന്ന് ഇന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ആനന്ദ്കുമാർ ക്ഷണിച്ചിട്ടാണ് ഓഫീസ് ഉദ്ഘാടനത്തിന് പോയത്. പുത്തിരിക്കണ്ടത്ത് സ്കൂട്ടർ നൽകുന്ന പരിപാടിയിലും പങ്കെടുത്തു. 2023 ഓഗസ്റ്റ് 27 നാഷണൽ NGO കോൺഫെഡറേഷൻ സംസ്ഥാനതല ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് ശിവൻകുട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ നിലവിലത്തെ ചോദ്യവും പ്രസക്തമായി വരുന്നത്. അതായത് ഒരു മന്ത്രി തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിക്കുന്നു. ഫ്ലെക്സ് ബോർഡുകൾ നിരന്തരം റോഡുകളിലും സമൂഹ മാധ്യമങ്ങളിലടക്കം ഇങ്ങനെ വ്യാപിപ്പിക്കുന്നു. അപ്പോഴൊക്കെ ജനങ്ങളുടെ വിശ്വാസം, ഒരു മന്ത്രി ഒരു ജനത്തിന് ആ പരിപാടി സത്യസന്ധമാണോ എന്ന് അന്വേഷിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ അവർക്കത് നിമിഷ നേരം കൊണ്ട് തന്നെ ആ പരിപാടിയുടെ സത്യാവസ്ഥ, അതിൻ്റെ സംഘാടകരുടെ ബാക്ക്ഗ്രൗണ്ട്, ആ പരിപാടിയുടെ ലക്ഷ്യം എന്താണ്, ആ പരിപാടിയുടെ ഉദ്ദേശം എന്താണ്, അതൊക്കെ അന്വേഷിക്കാനുള്ള അധികാരം, അന്വേഷിക്കാനുള്ള സോഴ്സും മന്ത്രിമാർക്ക് തന്നെയുണ്ട്. അപ്പോൾ അവർ ഇതൊന്നും അന്വേഷിക്കാതെ വരുമ്പോൾ ഇതിലേതാണ് സത്യം, ഇതിലേതാണ് തട്ടിപ്പ് എന്ന് ജനങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്നാണ് ജനങ്ങൾ തന്നെ ചോദിക്കുന്നത്.